രാവിലെ മുതൽ ഉള്ള രഹസ്യമായ ഓപ്പറേഷനൊടുവിൽ അറസ്റ്റ് നടന്നിരിക്കുന്നു. അതിനുശേഷം സ്വകാര്യ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെയും മാധ്യമങ്ങളെ അറിയിക്കുന്നില്ല. നേരിട്ട് കുന്നമംഗലം കോടതിയിൽ എത്തിച്ചാണ് റിമാൻഡും ചെയ്തിരിക്കുന്നത്. നമുക്കൊപ്പം കുടുംബമുണ്ട്. വളരെ രഹസ്യമായാണ് രാവിലെ മുതൽ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ട് കണ്ടാലറിയല്ലോ ശരിക്കും അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു പോലീസ് ജീപ്പിലല്ലേ ആൾക്കാരെ കൊണ്ടുപോകുക. ഒരു കൊലപാതകയാണ്. ഒരു അടിപിടി കേസും കൊണ്ടുള്ളത് പോയില്ല. അങ്ങനെയാണ് കാണുന്നത്. ആളുകളൊക്കെ അങ്ങനെയാണ് പറയുന്നത്, സമൂഹ മാധ്യമങ്ങളൊക്കെ. വീഡിയോ ഇത് കാണുമ്പോൾ അറിയല്ലോ, അതങ്ങനെയാണല്ലോ. വല്ല ഉദ്യോഗസ്ഥന്മാരെ വല്ല മന്ത്രിമാരെ കൊണ്ടുപോകണമാരല്ലേ കൊണ്ടുപോയത്. അതിനുശേഷം നേരെ കോടതിയിൽ കൊണ്ടുപോയി. നമുക്ക് സാധാരണയൊക്കെ ആണെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോകും, ചോദ്യം ചെയ്യൽ, മൊഴിയെടുക്കൽ, അങ്ങനെ. പിന്നെ എവിടെ പോയത് നമുക്ക് അറിയില്ലല്ലോ. കാണുന്നതാണല്ലോ ടി വിയിൽ കാണുന്നത്. കുടുംബത്തെ വല്ലതും അറിയിച്ചോ? കസ്റ്റഡിയിൽ എടുത്തെന്ന് വല്ലതും അറിയിച്ചോ? നമ്മളൊന്നും അറിയിച്ചില്ലല്ലോ. ഒരാളൊന്നും അതൊന്നും അറിഞ്ഞില്ല. നമ്മളെ ഈ വീഡിയോയിൽ കാണുന്ന ഇതന്നെ ലൈവിൽ കണ്ടതാ. ഈ പ്രൈവറ്റ് കാറിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിക്കാണുമല്ലോ. അതില്ലാക്കുമല്ലോ. നമ്മളൊരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളപ്പോൾ അറിഞ്ഞൂടെ. നമ്മളെ കൊണ്ടുപോകുന്നത് ഇവിടെ കേരളത്തിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഒരു അല്ലെങ്കിൽ ഇതിൽ പോലീസ് വാനിലോ ജീപ്പിലോ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അറസ്റ്റിലൊരു തൃപ്തിയുണ്ട്, പക്ഷേ നടപടിക്രമങ്ങളിലൊരു തൃപ്തിയില്ല. അതിന് നല്ല ശിക്ഷ അവർക്ക് വാങ്ങി കൊടുക്കണം, അത്രേ ഉള്ളൂ. അതിന് ഇത് നമ്മളെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഞാനിപ്പോൾ ഇത് നമ്മളിപ്പോൾ ആകുമ്പോഴേ നല്ല ഇതിൽ കൊണ്ടുപോയി നാളെ നിങ്ങൾ കണ്ടാലും അവൾ പുറത്തായിരിക്കും. ജാമ്യത്തിൽ അറിയുന്നുണ്ടാവും. ആ ഇത് ജാമ്യത്തിൽ അറിയാൻ പാടില്ല. ഇപ്പോൾ ആദ്യം മുതൽ പോലീസിനെതിരെ ഒരു മെല്ലപ്പോക്കുള്ളതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ പോയി പരാതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാണ് കേസൊക്കെ എടുക്കുന്നത്. അതേപോലെ വർത്താനമൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ഉഷാറില്ലാത്ത മര്യാദ. ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതിൽ ആശങ്കയുണ്ട്. ഏത് രീതിയിൽ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു? എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അവർക്ക് നല്ല അവളെ പുറത്തിറക്കാൻ സമ്മതിക്കരുത്. ഒരു ജാമ്യം കിട്ടാൻ പറ്റില്ല. അതിന് അവർ ജയിലിൽ അടക്കേണ്ടി വേണം. നല്ല ശിക്ഷ കൊടുക്കണം. ഈ ആളുകളൊക്കെ വലുതായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേഷൻ്റെ മുന്നിൽ വന്ന സ്ത്രീകളടക്കമുള്ളവരൊക്കെ വളരെ രൂക്ഷമായിട്ട്, ഒരുപക്ഷെ അങ്ങനെ പേടിച്ചിട്ടാവാൻ എന്നാലും ഇങ്ങനെ ജീപ്പിലല്ലാതെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പ്രതിബിദ്ധാക്കിയാലും പോലീസാണ് നിർവ്വഹണം ചെയ്യണ്ടേ. നമ്മളങ്ങനെ ചെയ്യുമല്ലോ. ഇപ്പോൾ അങ്ങനെ എന്ത് ചെയ്താലും ഒരു തല്ലിപ്പിടി കിട്ടിയിട്ട് അവരെ കൊണ്ടുപോയി ഇങ്ങനെ അങ്ങനെ കണ്ടില്ലേ. ഒരു ആൾക്കാർ കാണുന്ന വിചാരിച്ചിട്ട് ഒരു പ്രൈവറ്റ് കൊണ്ടുവരില്ല. എന്നാൽ പിന്നെ അതിൽ നേരം ഉണ്ടല്ലോ. പിന്നെ പോലീസ് ജീപ്പിന് ആവശ്യമില്ലല്ലോ. നിയമത്തോടു കൂടെ നടക്കണ്ടേ. ആ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകേണ്ട വലിയൊരു ആവശ്യമില്ല. എന്തായാലും ഒരു കൊലക്കുറ്റം തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആദ്യം മുതൽ തന്നെ കുടുംബം പറയുന്നത്. അറസ്റ്റ് എന്നതൊരു താൽക്കാലിക പരിഹാരം മാത്രം, അല്ലെങ്കിൽ തൃപ്തികരമെന്ന് പറയാൻ. പക്ഷേ ആ നടപടിക്രമങ്ങളിൽ സമൂഹത്തിൻ്റെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. കുടുംബത്തിനും ഇക്കാര്യത്തിൽ വിമർശനമുണ്ട്. മുന്നോട്ടുള്ള നിയമ നടപടിക്രമങ്ങൾ ഒരു വീഴ്ചയുമില്ലാതെ കൊണ്ടുപോകണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.